വെൽക്കം ബാക്ക്, ഷെബിയാണേ. അങ്ങനെ ഇന്ന് നമ്മൾ ഒരു യാത്ര പോവാണ്. റോഡിന്റെ കാര്യമൊന്നും പറയണ്ട, അത്യാവശ്യം വളരെ മോശമാണ്, റോഡൊക്കെ വളരെ മോശമാണ്. അപ്പോൾ ഏതായാലും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എത്ര വണ്ടിയിലെങ്കിലും അതിന് മേടിച്ചണ്ട. വീഡിയോ ഉണ്ടില്ലേ ഗൈസ്, ഒരു അടിപൊളി സ്ഥലമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് കാണാം, അതേമാതിരി നല്ല ഓഫ് റോഡും കിട്ടും. ഗൈസ്, ഇതാണ് നമ്മളെ റോഡിന്റെ അവസ്ഥ. സംഭവം ഈ റോഡൊക്കെ നന്നാക്കി കഴിഞ്ഞാണ്ടല്ലോ ഒരു അടിപൊളി ടൂറിസം തന്നെ കിട്ടും. ഇങ്ങനെയൊക്കെയാണ് നമ്മളെ റോഡിന്റെ അവസ്ഥ. മൊത്തത്തിലാകെ കുണ്ടും കുഴിയൊക്കെ ചാടി അങ്ങനെ ഒരു യാത്ര. ഞായറാഴ്ച ഉണ്ടല്ലോ അത്യാവശ്യം നല്ല പോലെ തിരക്കുള്ളൊരു സ്ഥലമാണ്. ഇന്ന് തിരക്കൊന്നുമില്ല, ഉച്ചയായതുകൊണ്ടാവും. ഒരു അടിപൊളി പ്ലേസൊക്കെ ഇവിടെ, നല്ല കിടിലൻ പ്ലേസ്. അതോടൊപ്പം നല്ല അടിപൊളി ഓഫ് റോഡും. ഒരു 4x4 വണ്ടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അടിപൊളിയൊക്കെ ഇവിടെ ഓൽക്കും മുതലാവും അല്ലേ. ആൾക്കാരൊക്കെ ഉണ്ട്. റോഡും കൂടി ഷെയറായ സെറ്റപ്പ് സാധനം. ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ സൈഡാക്കിയതാണേ. ഇവിടെ ഇതൊക്കെ ഷെയറാണ്. ഷെയർ റബ്ബർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയും അടിപൊളിയായിന്. ഈവനിങ്ങിന് ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ. ഈവനിങ്ങിനൊക്കെ നല്ല ആളുണ്ടാവുക. നമ്മളിപ്പോൾ ചാടിക്കാൻ കയറിയതാണ്. വെറുതെ അല്ലടാ, ഇവിടെ ഇരുന്ന പിന്നെ പോകൂല. വരണം. അല്ല, ശരിക്കും റബ്ബറും കൂടി ഇല്ലെന്നുണ്ടെങ്കിലേ റോഡാ പ്രശ്നം. റോഡ് പറ്റ മോശ. ആ റോഡും കൂടി ഷെയറായി കിട്ടിയ ടൂറിസ്റ്റ് ഷെയറാണ് ഇവിടെ. ഞങ്ങളങ്ങനെ ചാടിക്കാൻ കയറിയതാണ്. അപ്പോൾ അവിടെ നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ഉണ്ട്. ഞങ്ങളത് വാങ്ങിയേ. പിന്നെ അങ്ങനെ നമ്മൾ നേരെ ഇനി തിരിച്ച് പോവാണ്. അപ്പോൾ മൂപ്പരോട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. മൂപ്പര് പറഞ്ഞ് റോഡ് നന്നായാൽ തന്നെ ഏകദേശം ടൂറിസം കാര്യങ്ങളൊക്കെ നടക്കുന്നൊക്കെ പറഞ്ഞു മൂപ്പര്. എന്താ ചെയ്യുക. അപ്പം അങ്ങനെയൊക്കെയാണ് പരിപാടികൾ. ഇതാണ് ഗൈസ് അവസ്ഥ. ദാറ്റ് അവസ്ഥ. അന്ന് താഴത്തേക്ക് പോയാലൊരു പാർക്കുണ്ട്. നമ്മൾ ജസ്റ്റ് കറങ്ങാനായിട്ട് പോയതാണ്. വേറെ ഓടി നമ്മൾ കയറുന്നില്ല. വെറുതെ കറങ്ങുക ഇങ്ങനൊരു ചെറിയൊരു പരിപാടി. ഇന്നത്തോ അപ്പത്തൊക്കെയാണ് ഇവിടുത്തെ റോഡിന്റെ അവസ്ഥ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഇനി നമ്മള് ഈ കുണ്ടും കുഴിയൊക്കെ കിടന്ന് ചെറിയ മട്ടിലിങ്ങനെ പതുക്കെ താഴോട്ട് പോവാണ്. നേരെ കോഴിക്കോട് ബീച്ച് പോയാലേ നമുക്ക്. റെഡ് ബുള്ളോ ഭയങ്കര ഇടങ്ങേറിച്ച റോഡ്. ഇവിടെ മൊത്തം തെങ്ങും തോട്ടങ്ങളും കവുങ്ങും തോട്ടങ്ങളൊക്കെയാണ്. ഇവിടെ തെങ്ങും കവുങ്ങാണ് അധികം ഉള്ളത്. ഞങ്ങൾ പുതിയ ഗ്ലാസ് വെച്ചോട്ടെ. എങ്ങനെയുണ്ട്? റോഡൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ ഒരു 4x4 എന്തായാലും വേണ്ടി വരും. നല്ല രസമുള്ള റോഡാണ്. ചാടി കളിക്കുക. ഇപ്പൊ ചാടുന്നുണ്ട്. നല്ല റോഡൊക്കെ ഉണ്ടാവും. വണ്ടി ഇങ്ങനെ ചാടി കളിക്കും. നമുക്ക് കുഴപ്പമൊന്നുമില്ല.
നമ്മൾ പൂര മാത്രമേ പോവുള്ളൂ. ലൈലാൻഡ് വരുന്ന കോലം നോക്കി. ഗൈസ്, നമ്മളിപ്പോ ചുരം കയറാൻ പോവാണേ. ഒരു അടിപൊളി ചുരം. ആ ചുരത്തിലും ഒരു പ്രത്യേകത ഉണ്ട്. നല്ല അടിപൊളി വ്യൂ നമുക്ക് അവിടെയും കാണാം. ഇവിടെ റോഡ് ഇതേമാതിരിയാണ്. റോഡ് ഇവരത് നന്നാക്കി തരില്ലേ? മെമ്പർ ആരാണ്? എനിക്ക് ഫ്രൂട്ട്സ് ആയിട്ട് പണിട്ടിയോ? അല്ല, എനിക്ക് എന്തായാലും പണിട്ടൊന്നുമില്ല. ഉറപ്പിച്ചാണ് ഞാൻ ഫ്രൂട്ട്സ് വെച്ച്. എന്തായാലും ഉറപ്പും. ഇവിടെ ഒരു പാർക്ക് ഉണ്ടേ. ഇതും ഒരു അടിപൊളി പാർക്ക് എന്നാണ് കേട്ടിട്ടുള്ളത്. വൈബ് ലാൻഡ് എന്നാണ്. ഇവിടെ കിഡ്സ് പാർക്ക്, അതുമാതിരി എന്താ പറയാ, ഫാമിലി പൂളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടേക്ക് ഇനിയൊരു ദിവസം നമുക്ക് എല്ലാവരും കൂട്ടിയുണ്ട് വരാം. നല്ല രസം ഉണ്ടാവുള്ളൂ. ഇവിടെ അടിപൊളിയെന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട്, പ്രത്യേകിച്ചും ഉച്ച ആയതുകൊണ്ട് കേട്ടോ. അവിടെ കുറേ ആൾക്കാർ അവിടെ പാട്ടൊക്കെ വായിക്കുന്നുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ നേരല്ലേ, അതായത് ഒരു അടിപൊളി റോഡിലെത്തി, മെയിൻ റോഡിലെത്തി. കുറച്ചൊക്കെ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മിനിയൂട്ടി ആ റോഡ് അങ്ങനെ കയറിപ്പോയാൽ മതി. അടിപൊളിയാണേ. പിന്നെ അതിലൊക്കെ എളുപ്പം വേണം. ഊരൊക്കെ ഇത്ര ഗവൺമെന്റ് ഒക്കെ തെറ്റിപ്പോവും ചില സമയത്ത്. അപ്പോൾ ഇനി നമുക്ക് നേരെ പോവാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. ഏതായാലും റോഡ് നല്ല രസമുണ്ടല്ലേ. അങ്ങനെ നമ്മള് മഞ്ചേരി എത്തി ഗൈസ്. എന്താ പറയാ, വരികയാണെങ്കിൽ ഞായറാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച അല്ല, ഞായറാഴ്ച വരണം. എന്നാലും ഇവിടെ തിരക്ക് പറയുള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ ബ്ലോക്കും കാര്യമൊന്നും ഉണ്ടാവില്ലെന്ന്. അല്ലെങ്കിൽ മഞ്ചേരി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാത്തിനും മുൻകൂട്ടി കുറച്ച് നേരത്തൊക്കെ ഇറങ്ങാൻ നോക്കുക. ഇനിയിപ്പോൾ അല്ല എയർപോർട്ട് കേസോ അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഇറങ്ങാൻ നോക്കുക. അല്ലെങ്കിൽ നടക്കൂല. ഭയങ്കര എന്താ പറയുക, ബ്ലോക്കാണ് ഇവിടെ. ഇന്നിപ്പോൾ സൺഡേന്, അതായത് ഞായറാഴ്ച ആയതുകൊണ്ട് ബ്ലോക്കൊന്നും ഇല്ലെന്ന്. ചെറിയ ചെറിയ വണ്ടികൾ മാത്രമേ ഉള്ളൂ. മറ്റേ വലിയ വണ്ടികളൊന്നും കണ്ട് ബ്ലോക്ക് ആക്കുന്ന പരിപാടിയൊന്നും ഇല്ല. ഗൈസ്, അങ്ങനെ നമ്മൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ നാട്ടിലെത്തിയേക്കാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ ആ കുണ്ടും കുഴി ചാടിച്ച് അങ്ങനെ പോയി. അല്ലാതെ ഒന്നും കിട്ടിയില്ല. അത്രേ ഉള്ളൂ. അപ്പം ശരി, ഇനി ഇവിടുത്തെ കുറച്ച് വ്യൂ ഉണ്ടോ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ നാട്ടിലാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രസമാണ്. ഇവിടെ ഫുള്ള് പച്ചപ്പാണ്. ആ പച്ചപ്പൊക്കെ നമ്മൾ കയറ്റി നിർത്തിയേക്കാണ് നമ്മുടെ വണ്ടി. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഗൈസ്. ബൈ.